രണ്ടേ രണ്ടെണ്ണം മതിട്ടോ. രണ്ടും എന്തിനാ ആർക്കാ ചപ്പാത്തി നീ തിന്നോ? അതെ, അപ്പൊ നെയ്ച്ചോറ് എന്ത് ചെയ്യാ? ബിരിയാണി എന്ത് ചെയ്യാ? നിന്റെ അമ്മ എന്താ ഇടണോടെ? അമ്മേനെ വിളിച്ചെന്നാ അമ്മ ഒറ്റയ്ക്ക് പേടിച്ചിട്ടാവും. അമ്മ ഒറ്റയ്ക്ക് പേടിച്ചിട്ടായിരിക്കില്ല, അമ്മ ഫോണിലായിരിക്കും. സുനിയേ എന്താ പേടിച്ചിട്ടിരിക്ക അവിടെ? എന്താണ് പിന്നെയും ചോറ് വെച്ചോ നീ? ചോറ് തിളപ്പിക്കുക അത്രേ. ചേടാ ഇവിടെ ബിരിയാണി വെക്കി പറഞ്ഞ ഞാൻ അപ്പോൾ അവിടെ ചോറ് വെക്കാണല്ലോ. ആർക്കാ അച്ഛനത്തെ നെയ്ച്ചോറ് ബിരിയാണി തിന്നാൻ പറ. നിങ്ങളൊക്കെ ചോറ് ബിരിയാണി സതിയേട്ടനെ എന്താ ചുമയല്ലേ, അപ്പൊ കുറച്ച് ചോറ് ചൂടാക്കി കൊടുത്താലേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അല്ലേ? ചൂടുള്ള കയ്യിലുണ്ട്. എന്റെ അച്ചുവിന്റെ ചപ്പാത്തി അടിപൊളി ചപ്പാത്തി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അച്ചു ചപ്പാത്തി ഉണ്ടാക്കിയ വാവ് പറയും. ഏട്ടാ അച്ചുട്ടിയുടെ ചപ്പാത്തി എങ്ങനെ ഉണ്ട് ഏട്ടാ? എവിടേക്ക് പോണ്? എവിടേക്ക്? അത്രയും വേണ്ട, കുറച്ച് മതി. എത്ര ചട്ടോ? പെരുംജീരകാണ് അത് വേണോ? പെരുംജീരകം വേണോ? പെരുംജീരകോ വേണ്ട. വേണ്ടേ? ഇരുന്നോട്ടെ, ഞാൻ കുറച്ച് ഇട്ടോളാം. ഒക്കെ പൊട്ടിച്ചിടുന്നത്. കുരുമുളക്, ഏലം, കരയാമ്പൂ, എന്തായിരുന്നു ഒച്ചമ്പോളം പോയപ്പോ? അല്ല എന്തായിരുന്നു ഒരു ഒച്ചമ്പോളം പറയുക? വീണാണ്ട് പോയപ്പോ സമാധാനായി, ഒരാളെ സൗണ്ട് ഇല്ലാണ്ട്. ഒച്ചയും ബഹളം നമുക്കത് ശീലായി. നമുക്ക് ശീലമല്ല, നമുക്ക് ഒച്ചയും ബഹളമല്ല പറ്റാണ്ടായി. കേൾക്കുന്നവർക്ക് പ്രാന്താവും. ഇനിയിപ്പോ എന്താ ഒച്ചയും ബഹളമൊക്കെ നിന്നു. 3 ദിവസം കൂടിയുള്ളൂ ഈ ഒച്ചയും ബഹളം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് വന്നാൽ പഠിക്കാണ്ടാവും. വൈകുന്നേരം വന്നാൽ പിന്നെ ആൾക്കാരുടെ കാണില്ല. ചിലപ്പോൾ ഒരു പഠിക്കല് ഒരു ഫോൺ നോക്കലൊക്കെ കഴിയുമ്പോഴേക്കും അച്ചുവോ ഇനി വരുന്നതേ 5:30 മണിയാവും വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എഴുതാനോ വായിക്കാനോ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി. ഇപ്പോഴത്തെ പോലെ 11 മണിക്ക് കിടക്കാൻ പറ്റും? അപ്പോൾ പറ്റുമോ? അമ്മൂന് 8:15 സ്കൂൾ തുടങ്ങും ഇത്രേട്ടാ. അതൊക്കെ ഉണ്ടാവും. +2കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. +2കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നന്നല്ലാണ്ട് സാധനം മോശമാവരുത്. റബ്ബർ കൂര് 2 പൊട്ടിച്ചിട്ടോ. അത് വേണം കേട്ടോ. മസാല അതിൻ്റെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടാക്കിയേക്കിന് എല്ലാം പാടെ കൂട്ടിയിട്ടേ വീട്ടിൽ അമ്മ പൊട്ടിച്ചിട്ട് ബിരിയാണി ചില സമയത്ത് കടിക്കുമ്പോൾ, ചില ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ കണ്ടില്ലേ, ജാതിക്കയുണ്ട് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബിരിയാണി അത് കഴിക്കാനുള്ള ടേസ്റ്റ് അങ്ങോട്ട് ഏത് കൂടെ പോയി എന്നറിയില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ സാധനം. പക്ഷെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേണം. കണ്ടോ എൻ്റെ അച്ചു ചപ്പാത്തി ഉണ്ടാക്കണതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അവളോട് പറഞ്ഞാൽ മതി. ഇത് കുറച്ച് മാറ്റി വെച്ചോട്ടോ, മരത്തിൻ്റെ തൊലി. ഞാനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുക്കുക, നിങ്ങളൊന്ന് നേരേക്ക് തന്നാൽ മതി. നേരെ കൊടുത്താ ഇനി ഒന്ന് നേരേക്കല്ല, ഞാനേ ഉരുളം പൊടിയോ ഉരുളം പൊടി വാതലിന്റെ കടിയിൽ കണ്ടില്ല? അവിടെ തറവാട്ടിലല്ലേ വാതലിന്റെ അടിയിൽ കംപ്ലീറ്റ് പൊടി. അതൊന്നും കൂട്ടില്ല നമ്മളെ. സോഡാപ്പൊടിയാ? ഇതാ സോഡാപ്പൊടി പറഞ്ഞത്. സോഡാപ്പൊടി
എന്ത് കണ്ടു നീ? അച്ചു ചപ്പാത്തി അയച്ചു. ഏട്ടൻ നീ ഇപ്പോൾ ബിരിയാണി അല്ല എന്തുണ്ടാക്കിയാലും ഏട്ടൻ തന്നെ പറ്റും. ഒരു പിടിയും കഴിക്കുന്നു. നല്ല രസം ഉണ്ടായിട്ടപ്പോ ഒരു പിടി കഴിച്ച് ഞങ്ങളില്ലേ ഒന്നൊരു പിടി പോവും തുടങ്ങി കഴിഞ്ഞ. ഞാനതാ കഴിക്കാതിരിക്കും സുകന്യ. ഒരു പിടിയിൽ നിന്ന് കഴിച്ചാ ഓ അതും കൊണ്ടല്ലേ തണുപ്പടിച്ചില്ലേ. ഉച്ചക്ക് കത്തിച്ചതല്ലേ ഉണ്ണി. ഇതാ പറയുമ്പോ ഞാൻ കത്തിച്ചു തരാം. ഞാൻ കുരുമുളക് എണ്ണ പാകത്തിലുണ്ട് കേട്ടോ. 3 3 3 6 2 8 അമ്മ അവിടുത്തെ കുരുമുളക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 16 19 ഉണ്ട് കേട്ടോ. എന്ത് കുരുമുളക് കുരുമുളക് വേണം. കരയാമ്പൂ കറിയില്ല ഏട്ടാ. കരയാമ്പൂ കറിയില്ല. ഇന്ന് അതല്ല കേട്ടോ രസം. മറ്റേ സാധനം സുകന്യേ ഞാനിന്നില്ലേ ഏട്ടൻ വർക്കൗട്ടിന് പോണില്ലല്ലോ. ഒന്നൊന്ന് സുഖമായി കടന്നുറങ്ങാന്ന് വിചാരിച്ചുട്ടോ. ഏട്ടന് 5 മണിയാകുമ്പോ എന്നെ നീപ്പിച്ചേക്കുക. അതിലിപ്പോ ഇന്നില്ലാന്നുള്ളതൊക്കെ അറിയില്ലല്ലോ. ഇവരിന്നെ നീപ്പിച്ചടി. എന്നിട്ട് ഇന്റെ ഉറക്കവും പോയി. ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഭഗവാനെ കുറെ നേരം ഒന്ന് കടന്നുറങ്ങട്ടെ എന്ന്. ഫോണ് സൈലന്റ് ആക്കി വെക്കുകയും ചെയ്തു. എവിടെ 4 കാലായപ്പോഴേക്കും ഏട്ടൻ്റെ ഫോൺ അടിക്കുകയും ചെയ്തു. എൻ്റെ ഉറക്കം പോവുകയും ചെയ്തു. അതിൻ്റെ മുമ്പേ എൻ്റെ അച്ചുട്ടി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അറിയോ? അച്ചുട്ടി മിടുക്കിയാണേ. ഇന്നൊന്നും വിചാരിക്കുന്ന ആളേ അല്ല. അച്ചുട്ടി മാത്രമല്ല എൻ്റെ അമ്മുട്ടി മിടിക്കുക. ഓ നമുക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിടുക്കിയ പിന്നെ ഞാനാണോ നിനക്ക് സൗണ്ട് ആക്കുന്നത്? ഇത് ചെയ്ത പ്രവർത്തിക്ക് ഞാൻ തല്ല വേണ്ടത്. എന്താ ചപ്പാത്തി കുഞ്ഞില്ലേ കുഞ്ഞപ്പ കുളിച്ച് എപ്പോഴാണ് കുളിച്ച് ഉച്ചയ്ക്കാ? നീ കുളിച്ചോ? ഞാൻ ഉറങ്ങുമ്പോഴല്ലേ കുളിച്ച്? ഞാൻ ഉറങ്ങിയിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് മേലും കൈ പോലെ മൂട് അത് അച്ഛനല്ലേ വളർത്തിയേക്കില്ല. ആരും സമ്മതിക്കില്ലല്ലോ അവള്. അതെ തലയൊക്കെ കെട്ടി സുന്ദരിയായി അങ്ങനെ ആൾക്കാർ കാണുമ്പോ അങ്ങനെ നിക്കുമ്പോ താല്പര്യണ്ടായിരുന്നു. എന്തറിയില്ല 3 നാളിപ്പോ പോയി. 3 നാവും വരെ താല്പര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അതൊക്കെ എപ്പോഴും വേണ്ടതാണ്. ഞാൻ കുളിച്ചു കഴിഞ്ഞാലേ എന്താ പൊട്ടുണ്ടാവും കുങ്കുമം. പക്ഷെ രാവിലെ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ രാവിലെ നേരത്തെ കുളിച്ചിട്ടുണ്ടാവും. കുളിച്ചിട്ടാണ് ഇവിടെ ആയപ്പോ ഇടയ്ക്ക് ഉഷുവിന് ഒറ്റ ഉഷാറാവില്ല. അന്ന് നല്ല പുതിയ തുണി എന്താണ്. എന്നാലും ഒക്കെ മേക്കപ്പ് സാധനങ്ങൾ അവൾക്ക് വേണം. അയ്യോ ഇതെന്തോ ഇവിടെ അത് ഞാൻ എഴുതി കൊടുത്താണ്. കണ്ണെഴുതി കൊടുത്താൽ നോക്ക്. പഞ്ചവർണ്ണക്കിളി പോലെ ആയിരുന്നു ഇപ്പോ. മെല്ലെ മെല്ലെ അത് ഓടി. എന്ത് ഞാനൊന്നും ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കില്ല. അതിന് അമ്മ കണകൊണ്ടാന്ന് ഒരു സാധനം വാങ്ങും. എന്നിട്ട് ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്ന് എവിടെ ഇട്ടിട്ടുണ്ടാവും. ആ ചുമര് കൊടുത്തേക്കാൻ വേണ്ടിട്ട് അവിടെ എത്തി. അമ്മൂല്ലേ ഇത് ചൂടുവെള്ളം കേട്ടോ. അമ്മു ഒന്നും ഉപയോഗിക്കില്ല. അച്ചൂട്ടി ഉപയോഗിക്കില്ല. എന്തെങ്കിലും വാങ്ങും. എന്നാ വാങ്ങിയ ഉപയോഗിക്കാട്ടില്ല. അത് കണ്ടറിയുന്നല്ല വരുന്നത്. അച്ചോ ആ നാരങ്ങ എടുത്തിട്ട് പാടി ഉണ്ണി. അച്ചുട്ടി നാരങ്ങ എടുക്കാറുന്ന് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന എത്രയേ ഉള്ളൂ കേട്ടോ. ഒരു നേരത്തേക്ക് കുട്ടികൾക്കുള്ളത്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതപ്പോൾ ചപ്പാത്തി പിന്നെ 2 കുറ്റി പുട്ടുണ്ട് കേട്ടോ ഇരിക്കണോ. ഞാൻ ഇപ്പോഴാണ് പുട്ടുണ്ടാക്കിയത്. രാവിലത്തേൻ്റെ ബാക്കിയുള്ളത് മാവേ അച്ഛ ഉപ്പിട്ടിട്ട് കലക്കടി. തല തിരിയുന്നുണ്ടെന്ന് രാവിലെ ഒറ്റൊന്ന് മതി. ഒറ്റൊന്ന് നിർത്തി. എൻ്റെ അച്ചു ഇടയ്ക്ക് നോക്കിയേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അച്ചു വയ്ക്കും. ഞാനെന്താ അമ്മ വേലക്കാരിയാ? ഞാൻ വേലക്കാരിയാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതിന് കുറവൊന്നും പറ്റില്ല. അങ്ങോട്ട് പോണ്ടാട്ടോ. അങ്ങോട്ട് പോ. അവിടെ ഒരു ചാത്തപ്പുണ്ട്. ചാത്തപ്പനെ പിടിച്ചിട്ടോ.
എന്തായാലും ഈ പെരുന്നാളില്ലേ, ഈ പെരുന്നാള് ആയത് അറിഞ്ഞില്ല, കഴിഞ്ഞതറിയില്ല. അപ്പോഴേ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്നൊന്നും ബിരിയാണി കിട്ടില്ലേ. നമ്മുടെ അടുത്ത വീട്ടിലൊന്നും അങ്ങനെയുള്ള ചടങ്ങില്ല എന്നല്ല, ഞങ്ങൾ വലിയ കുടുംബമല്ലേ. വലിയ കുടുംബമാകുമ്പോൾ നമുക്ക് കുറച്ചൊന്നും തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ നമ്മൾ എന്താ അങ്ങനെ ചെയ്യില്ല കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ അല്ല ആദ്യം കുട്ടികളൊക്കെ ആവണേൻ്റെ മുമ്പേ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ തന്നിരുന്നു. പിന്നെ അപ്പോൾ ഞാനും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ പിന്നെ കുട്ടികളായപ്പോൾ അതൊക്കെ നിർത്തിയിട്ടോ. എന്താ ആകെ 2 വീടുള്ളൂ. 2 വീട് ബാക്കിയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് ബിരിയാണി ഒക്കെയെന്ന് പറഞ്ഞാൽ ആകെ അവർക്കില്ലേ 3-4 പറ ബിരിയാണി വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് കടാൻ കള്ളിയായിട്ട് ഒരു പെരുന്നാൾ കൂടെ നിൽക്ക് ഉണ്ടാവുക. അപ്പോൾ പെരുന്നാൾ കൂടെ നടക്കില്ല അവർക്ക്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി കഴിക്കും ചേട്ടാ. അല്ല, നമ്മള് ശരിക്കും ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഗംഭീരാക്കിയുള്ളതാണ്. അപ്പോൾ ഈ സുകന്യ ചോറ് വെച്ച് കൂട്ടി പറഞ്ഞാൽ അങ്ങോട്ട് വെച്ച് കൂട്ടി. ശരി, അങ്ങനെ ചോറ് കൂടിപ്പോയതാ. ഞാൻ ഇത്രയൊക്കെ ചോറ് എന്തിനു വെച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞ് അമ്മ ഇപ്പൊ എത്ര ദിവസമായി വന്നിട്ട്? 6-ാം തീയതി 7-ാം തീയതി വന്നല്ലേ അമ്മ? 2 ആഴ്ച അമ്മ വന്ന് നിന്നു പോയിട്ടോ. ഇനി 2 അല്ല 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച, 1 മാസം ആവാറായില്ലേ? 7-ാം തീയതി 1 മാസമായില്ലേ? ഇന്നിപ്പോ 27-28 ഇല്ലേ? ഇനി അമ്മ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയും. എന്തായാലും മഴയൊക്കെ നല്ല തുടങ്ങി കഴിഞ്ഞാൽ വരണം എന്നാ പറഞ്ഞത്. പോകുമ്പോ തന്നെ അവരുടെ പോയത്. മഴ നമ്മുടെ വരണം തമ്മിൽ എന്താ ബന്ധം? നല്ല മഴ പെയ്താലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അവിടെ ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം അമ്മയുടെ ആവശ്യമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു വീട്ടിലെ പണിയെടുക്കാൻ വയ്യെങ്കിലും കുട്ടിയെ ഒന്ന് പിടിച്ചിരിക്കാനെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഉപകാരമല്ലേ. അവർ 3 പേരല്ലേ ഉള്ളൂ, 2 പേരല്ലേ ഉള്ളൂ, പിന്നെ മക്കളും. അപ്പോൾ ഒരാളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ പണിയില്ല കേട്ടോ. അവിടെ ധാരാളമാണ്. ആളും മനുഷ്യനുള്ളിടത്താണ് പണിയുള്ളൂ. അല്ലാത്തടത്ത് എന്താ പണിയുള്ളത്? ഇപ്പോൾ രാവിലെ അടിച്ചു പോയി തുടച്ചിട്ട് കഴിഞ്ഞു വെച്ചാൽ അത് അവിടെ ഇങ്ങനെ കിടക്കും. ചോറും കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഈ കുട്ടികളും മക്കളുള്ളടത്തില്ലേ അതൊന്നും നടക്കണ പരിപാടിയല്ല. കാരണം അച്ഛൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അമ്മയ്ക്ക് 2 സ്വർഗം പറ്റില്ല. പൂരപ്പറമ്പെന്ന് ഇപ്പോട്ട് പോയ പോലെ പോയി കഴിഞ്ഞ ഇവിടുത്തെ ഒച്ചമ്പാളത്തിൻ്റെ ഇടയിൽ പോയിട്ട് ആള് എനക്കല്ലാത്തടത്തേക്ക് പോയവല്ലേ. അവര് ആകെ 3 പേരുണ്ട്. ചിക്കൻ്റെ അവിടെ അതിപ്പോൾ കണ്ണൻകുട്ടി സ്കൂളിലേക്കും പോയാൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ അവർ 2 പേര് മൂത്തോടും മോനോടും എത്ര നേരം ഇരിക്കും? ഒന്നാലോചിച്ച് നോക്കുമ്പോൾ ഏട്ടാ, നമ്മളില്ലേ കോഴിക്കോടാണ് ഇപ്പം നമ്മൾ ഏട്ടന് അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പം നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അല്ലേ? നമ്മൾ ഏതെങ്കിലും സമയത്ത് വെക്കേഷൻ വരുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒറ്റയ്ക്ക് പോകണവരൊക്കെ എല്ലാവരും അവസ്ഥ തന്നെ. ഞങ്ങൾ എന്താ അമ്മൂന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇന്നോടത്ത് ഇന്നത് എന്നുള്ളത് ദൈവം വെച്ചിട്ടുണ്ടാവും കേട്ടോ. അവിടെ തന്നെ നമ്മൾ എത്തിപ്പെടും പറയില്ലേ, അവിടെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിച്ചോ? എന്താ മൈലാഞ്ചിയൊക്കെ ഇട്ടോ? എൻ്റെ കുഞ്ഞു വന്നിട്ട് പറയണേ, വലിയമ്മ ദിവസം എന്നെ പറ്റിക്കാണ്, നീ എന്താണ് ദൃശ്യം കാണാൻ പോവാ പറഞ്ഞിട്ട് പറ്റിച്ചു. അപ്പൊ ഞാൻ നമ്മുടെ ചിക്കൻ കണ്ടോ, ഇതൊന്ന് അടുപ്പത്ത് കടന്നിട്ടേ സാലഡ് ഇല്ല കേട്ടോ. സാലഡിന്റെ പകരം ഓരോ പപ്പടം. ഇതിങ്ങനെ ഇതിൽ വെച്ചാലേ വേഗം തിളച്ച് കിട്ടും. രാവിലെ ഏട്ടന് ഓടാൻ പോകുമ്പോഴേ വെള്ളം വേണ്ടേ. ഓടാൻ പോകുക പറഞ്ഞാൽ ഏട്ടൻ ജിമ്മിന് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ജിമ്മ് നിർത്തി. പിന്നെ ഇന്നലെ എനിക്കൊരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നതാണ് കേട്ടോ. ഞാൻ പ്രസി എന്ത് ചെയ്താലും ചില ആൾക്കാരില്ലേ പ്രസീനെ എങ്ങനെ പറയുക, പിന്നാലെ നടന്ന് നെഗറ്റീവ് പറയുകയാണ്. പ്രസി അതിലൊന്നും തളരരുത് കേട്ടോ. കാരണം അവർക്ക് എന്തിനാണ് പ്രസീനെ അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് പ്രസിയുടെ ഉള്ളൂ. പിന്നെ നിങ്ങൾ നാട്ടിൻ പുറത്താവുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സംസാര രീതികളോ അല്ലെങ്കിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാവും.
അങ്ങനെ എല്ലാം തികഞ്ഞവരാണോ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരാണോ? ഈ പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രസിയുടെ വഴി നോക്കിക്കൊണ്ടേ പൊക്കോട്ടോ എന്ന്. അത് ശരി കേട്ടോ. നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ നല്ല വീഡിയോസ് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ചീത്ത പറയും. നമ്മൾ നെഗറ്റീവ് എന്തെങ്കിലും ഒരാൾ പറയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരുടെ പിന്നാലെ നിന്നിട്ട് അവർ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ പേരടക്കം പറഞ്ഞു തരും കേട്ടോ. അവരോട് പറയാനേ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരുടെ വീഡിയോസ് കണ്ട് എന്താണ് പ്രസിക്ക് അഹങ്കാരം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. പ്രസിയുടെ സംസാരം കേട്ടിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ എന്താണ് ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഞാൻ മനുഷ്യരിങ്ങനെ ആയില്ലേന്ന് ചിന്തിക്കുകയാണ്. ഒരു 80 വയസ്സുള്ള ഒരു അമ്മയായിട്ടോ അത് പറയുന്നത്. 80-79 വയസ്സുള്ള ഒരു അമ്മയാണ്. അതൊരു സ്കൂൾ അധ്യാപികയാണ്. ആരെ മാറ്റാനും മറിക്കാനും നേരാക്കാനൊന്നും പറ്റില്ല. നമ്മൾ പോണ വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാൽ അത് ചെയ്തല്ലേ പറ്റൂ. അപ്പം അതിപ്പോൾ നമ്മൾ നമ്മുടെ രീതിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കട്ടിലിന്റെ മുകളിൽ കയറിയിട്ട് ചാടി നോക്ക്, വേറെ വഴിയില്ല. നമ്മൾ ഒരാളെ ദ്രോഹിക്കാനോ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കില്ല. ഒരാളുടെ അപഹരിക്കാനോ ഒരാളത്ത് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനോ ഒന്നും നിൽക്കില്ല. നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ രീതിക്ക്, നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങിയ രീതിക്ക് നമ്മളെക്കൊണ്ട് പറ്റുമ്പോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റില്ല. വേറെ ആരെയും വീഡിയോ ഇട്ടാലല്ല ഇതുപോലെ വീഡിയോ ചെയ്യുക. അതുപോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ രീതിക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ എത്തിയത് അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റില്ല. മറ്റൊരാളുടെ വീഡിയോ എടുത്ത് കോപ്പി അടിച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ മറ്റൊരു കോപ്പി അടിക്കുന്ന, പക്ഷെ നമ്മൾ ആരെയും കോപ്പി അടിക്കണം. നമ്മൾ സത്യം പറയുകയല്ലേ, നമ്മൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു ടീച്ചർ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് പ്രസി, ആൾക്കാരങ്ങനെയാണ്, അതിലൊന്നും തളരരുത്, നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കത് താങ്ങാൻ പറ്റാതെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ തിരിച്ച് നമുക്ക് വിഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ച് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവിന് നിങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്യരുത്. കാരണം അവരുടെ സംസ്കാരമാണ് അവരതവിടെ കാണിക്കുന്നത്. ആ കമൻറ്റ് ബോക്സിൽ കൂടെ അവരുടെ സംസ്കാരം അവർ കാട്ടിയും കൊണ്ട് പോയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? മിണ്ടാതെ നിങ്ങളുടെ പണികൾ നോക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ വിവരമുള്ളവൻ ഇങ്ങനെ പറയുക, മിണ്ടാതിരിക്കുന്നത്, വിവരമില്ലാത്ത ചാടിക്കളിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ. അത് പറയാൻ കേട്ടപ്പോൾ അവർ പറയാം ശരിക്കും നമ്മൾ കുറേ അവരൊക്കെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ കുറേ അമ്മമാരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, കുറേ അച്ഛന്മാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പറയാ നല്ല വിദ്യാഭ്യാസമുള്ള അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അല്ല അവര് പ്രായം നമ്മുടെ ആ ഒരു ഇത് നോക്കുക. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ശൈലികൾ. പ്രസി ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വെച്ചാലും പ്രസിയുടെ വീട് അവിടെ ഇല്ല. അപ്പം അവിടുത്തെ സംസാര രീതികൾ പ്രസിക്ക് വരും, വെഴുകുന്നു വരും. അല്ലെങ്കിൽ പ്രസി വേണം അച്ചടി ഭാഷയ്ക്ക് സംസാരിക്കുക ആരെങ്കിലും. അത് ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയുണ്ട്. അത് മണ്ണാർക്കാട് ഭാഗത്തേക്കല്ല സുകന്യെ, ഓരോ ഭാഗത്തേക്കും ഓരോ സംസാര രീതിയുണ്ട്. നമ്മളോട്ട് മുണ്ടൂർ പോയിട്ട് നമ്മുടെ രീതിയിൽ സംസാരിക്കും. ഞങ്ങൾ പാലക്കാട്ടുകാരാണ്, ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഓരോ ഭാഗത്ത് ഓരോ രീതികളാണ്. നമ്മൾ ആരെയും കുറ്റം പറയല്ല കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര നല്ലൊരു ക്ലാസ് പോലെ എന്ന് പറയാം. അപ്പം ഇങ്ങനെ അവർ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് തന്നെയായിട്ട് എപ്പോഴും പറയാറുണ്ട്, നീ അത് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നമുക്ക് വേറൊരാൾ അത് പറഞ്ഞു തരുമ്പോഴല്ലേ അത് വേഗം നമ്മുടെ മൈൻഡിൽ കയറില്ലേട്ടാ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത്. എല്ലാം തികഞ്ഞിട്ട് ജീവിക്കാനോ അല്ല എല്ലാം ആയിട്ട് ജീവിക്കാനോ എല്ലാം അറിഞ്ഞിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? പക്ഷെ അവരെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് എന്നിട്ട് പ്രസി പൊങ്ങച്ചം പറയാണ്, പ്രസി പൊന്തി പറയാണ്. കാരണം ശരിക്കും നമുക്ക് നമ്മളെ വിശ്വാസമാണ് അത്ര, നമ്മൾ ഇന്നതാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ, നിന്നോടത്ത് നിന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ എനിക്കറിയുന്നില്ല പ്രസി എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ചെയ്യുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ അന്തം വിടാറുണ്ട്. അവരുടെ മകനോടും മകളോടൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഇത്. നമ്മളതിനിപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ എന്തായിരുന്നു അവസ്ഥ, നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടാകും അതൊക്കെ നമ്മൾ കണക്കാക്കിയിട്ട് വീടെടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നത്തെ രീതിയിലാവും. നമ്മൾ ആരും അറിയണ്ട, നമ്മൾ അവിടെയൊക്കെ തന്നെ കിടക്കലുണ്ടാവും. അപ്പോൾ നമ്മുടെ പോരായ്മകൾ എന്താ, നമ്മൾ ആ പോരായ്മകൾ വിലവെക്കേണ്ട കാര്യത്തിലെടുക്കേണ്ട നമ്മൾ നമ്മുടെ വഴിക്ക് നടന്നു പോയത് ഇല്ലേ. അപ്പം അങ്ങനെ തന്നെയാവും. പ്രതിസന്ധികളൊക്കെ പലതുണ്ടാവും. അത് തരണം ചെയ്ത് പോകുമ്പോൾ തന്നെ മുന്നേറ്റം ഉണ്ടാവും. അത്ര തന്നെ അങ്ങനെ കണക്കാക്കിയാൽ മതി. അല്ലാണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോ കൂടെ പറയാൻ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ മനസ്സിലാക്കാന് കുറച്ച് പേരുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാനും. കുറച്ചൊന്നുമില്ല, ഒരുപാട് പേരുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് 1-2 ആൾക്കാർ അല്ല ഞാൻ പറയാം കുറച്ച് പേര്. അപ്പൊ അത്
മനസ്സിലാകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും ഇപ്പം അതുപോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടെന്ന് എല്ലാവരും വിളിക്കുമ്പോൾ നമുക്കെടുത്ത് സംസാരിക്കാനേ പറ്റില്ലല്ലോ. അപ്പം അത് പറയാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും. നമുക്കതിപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ശരിയാണ്. മനസ്സിലായില്ലേ? എൻ്റെ അമ്മൂൻ്റെ പിറന്നാളായിട്ടോ. അമ്മൂനിപ്പോൾ ഒന്ന് അരക്ക എടുത്ത് മുടി എത്തിയിട്ടേ ഉള്ളൂ. ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതാ ഇത്രയ്ക്ക് മുടി വന്നില്ലേ? ഇവിടുന്ന് നീ കുറച്ചും കൂടെ ഇറങ്ങിയാൽ മുടിക്കല്ലേ? മുടി ഇറക്ക്. എന്നിട്ട് അവള് പറയാ, എന്നിട്ട് അവൾക്ക് ഇത് അത്രയ്ക്ക് മുടിയാക്കണം അത്ര. ഞാൻ അതന്നെ മുട്ട അടിച്ചോളി. പിന്നെ മുടി പോയാൽ പിന്നെ പൈസ ഉണ്ടായിട്ട് മുടി വളരില്ല. പോയി പാത്രം എടുക്കുക, കയ്യിലെടുക്കുക. ഏട്ടാ ഇവർക്ക് മുടി വെട്ടണം. അമ്മൂന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വീടിൻ്റെ കുടിയിരിപ്പിൻ്റെ സമയത്ത് അവൾക്ക് ഇത് അത്രയ്ക്ക് മുടിയായിട്ട് ഇത് ഇത്ര നീളം വെട്ടി. ഇതത്ര നീളം, ഇത്ര നീളം കേട്ടോ. അത് മുടിയില്ല, ഇതെങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കാണ് പറഞ്ഞ ചില പെൺകുട്ടികൾക്ക് മുടി ഉണ്ടാവണ ഇഷ്ടം. അച്ചുവിൻ്റെ മുടിയും വെട്ടി. ഇതെടുത്തിട്ട് വരും. എടി സോനിയ ചിക്കൻ വിളമ്പാനുള്ള പാത്രം എടുത്തിട്ട് ഞങ്ങളൊക്കെ കളയണ്ട. ഓ കയ്യിലെടുത്തിട്ട് വന്നാ ചിക്കൻ കറി ആക്കാന്. ബാബാ പിന്നെ ചിക്കൻ ആക്കാം. ഇവിടുന്ന് എല്ലാരും പാടെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ചാറ് വേണ്ടേ? പൊന്നു വേണ്ട നെയ്ച്ചോറ് വേണ്ട, മാറിക്കട. ആരും ഇവിടെ ഉച്ചക്ക് വെച്ചിട്ടില്ലേ? പൊന്നൂന് പൊറോട്ട എത്ര വേണ്ട? പൊന്നൂന് പൊറോട്ട എത്ര വേണ്ട? ഓ കിച്ചുത് അമ്പലത്തിന്ന് കൊണ്ടുവന്ന പൊറോട്ട വാങ്ങിട്ട് വന്ന് അമ്പലത്തിന്ന് കൊണ്ടുവന്ന ഉപ്പേരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പയറ് നന്നായിട്ടുണ്ട്. നാളെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. കിച്ചു ഉച്ചയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഏട്ടാ നിങ്ങൾ ചപ്പാത്തി വെച്ചോളി. ഏട്ടന് ചപ്പാത്തി ഇതാ. സുവന്യെ അമ്മുട്ടി നിർത്തിയാലോ നമുക്ക്? അമ്മൂട്ടിക്ക് ചൂടോടെ കഴിക്കുള്ളൂ കേട്ടോ. അമ്മൂട്ടി ചൂടാറിയ അമ്മൂട്ടിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ചൂടോടെ അമ്മ കഴിക്കൂ. അപ്പൊ ചാർജിൽ വെക്കട്ടെ? മതിയോ? അമ്മൂട്ടിക്ക് മതി. അപ്പൊ ഇതാട്ടോ സാലഡൊന്നുമില്ല. എന്തായാലും നിങ്ങളെല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചില്ലേ? അപ്പൊ ഞങ്ങളും പെരുന്നാൾ ആഘോഷിക്കണ്ടേ? ഞങ്ങളും പെരുന്നാൾ ആഘോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പാടെ എല്ലാവരും ഇരുന്നിട്ട് അവിടെ കഴിക്കട്ടെ. സോനിയെ കഴിച്ചോ? ഏട്ടാ ഏട്ടനെ കഴിച്ചോ? ഒരു നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരി കേട്ടോ. ഇനി ഇത് എന്താ അനിയനും കഴിച്ചും സോനിയും കഴിച്ചാൽ കഴിഞ്ഞു. എനിക്ക് ഏട്ടനും വേണ്ട. ഞങ്ങൾ രണ്ടുപേരും വേറെ എന്തെങ്കിലും കഴിക്കും അല്ലേ? അപ്പോൾ നാളെ കാണാം.